ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് 1:08 ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യേണ്ടിരുന്ന എമ്പുരാന്റെ ട്രെയിലർ ഇപ്പോഴിതാ ഈ രാത്രിയിൽ ഈ നട്ടപ്പാതിരക്ക് റിലീസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണല്ലോ നാം കാണുന്നത്. എമ്പുരാന്റെ ട്രെയിലർ ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം യൂട്യൂബിൽ അറിയാതെ ലീക്കാക്കപ്പെടുന്ന ഗൂഗിൾ മൂവീസ് വഴി ലീക്കാക്കപ്പെടുന്ന ഒരു കാഴ്ച നാം കണ്ടതാണ്. തമിഴ് ട്രെയിലറാണ് ലീക്കാക്കപ്പെട്ടതെങ്കിലും ആ ഒരു മിസ്റ്റേക്ക് കാരണം ഇപ്പോഴത്തെ എമ്പുരാന്റെ ഒഫീഷ്യൽ ലോഞ്ചിന് മുന്നേ തന്നെ ട്രെയിലർ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഓൺലൈനായിട്ട് ഈ രാത്രി അർദ്ധരാത്രി 12:30 റിലീസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എമ്പുരാന്റെ ട്രെയിലർ നേരത്തെ പ്രതീക്ഷ സമയത്തിനേക്കാൾ മുന്നേ വന്നതോടെ ഇതിനോടകം തന്നെ കത്തി നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ എമ്പുരാൻ ആള് കത്തുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ ട്രെയിലറിനെ കുറിച്ച് എന്താ പറയുക, ഇതുവരെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വന്നതിൽ ഏറ്റവും മികച്ച ട്രെയിലർ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. സമീപകാലത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നതിൽ ഏറ്റവും മികച്ച ട്രെയിലറായിട്ട് എമ്പുരാന്റെ ട്രെയിലർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 4 മിനിറ്റിനടുത്ത് സിനിമയുടെ ട്രെയിലറിന് ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ പോലും ഓരോ സെക്കൻഡിലും ആവേശം നൽകുന്ന പലവിധ രംഗങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററുകളിലെ വേറെ ലെവൽ എക്സ്പീരിയൻസ് സമ്മാനിക്കുമെന്ന് ഉറപ്പാക്കപ്പെടുന്ന രംഗങ്ങളാണെങ്കിൽ പോലും അത് ട്രെയിലറിലൂടെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അതിന്റെ ആവേശം വേറെ ലെവലിലേക്ക് എത്തുകയാണ്. പൃഥ്വിരാജിന്റെ മറ്റൊരു ബ്രില്യൻസ് കൂടി ഒരു ട്രെയിലർ കട്ടിലുണ്ട്. അതായത് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് മുതൽ ഇതുവരെ വന്ന കൂടുതൽ പോസ്റ്ററുകളിൽ ക്യാരക്ടർ പോസ്റ്റേഴ്സിലെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ആ ക്യാരക്ടർ പോസ്റ്റേഴ്സ് എല്ലാം തന്നെ എന്ത് പശ്ചാത്തലത്തിലാണോ അതിന്റെ വീഡിയോ കണ്ടന്റ് കൂടി ട്രെയിലറിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാഴ്ച ട്രെയിലറിന്റെ ഭൂരിഭാഗം സെക്കൻഡുകളിലുണ്ട്. പിന്നെ നാം എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്ന രംഗങ്ങൾ, അതായത് കേരള പൊളിറ്റിക്സ്, അതോടൊപ്പം തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ മേഖലയിലെ പൃഥ്വിരാജിന്റെ ഒരു ഫാമിലിക്ക് നടക്കുന്ന ട്രാജഡി, അതോടൊപ്പം തന്നെ വിദേശത്ത് ഖുറേഷിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങൾ, ഇതിനെല്ലാം തന്നെ ഇടയിൽ സ്റ്റീഫൻ വീണ്ടും കേരളത്തിലേക്ക് മടങ്ങി വരുന്ന രംഗം, അതോടൊപ്പം തന്നെ ഖുറേഷിയുടെ കാട്ടിലെ ഫൈറ്റ്, അങ്ങനെ ആകെ മൊത്തത്തിൽ ഇതുവരെ വന്ന പോസ്റ്റേഴ്സിലൂടെ നാം കണ്ട അതേ കഥ തന്നെയാണ് ട്രെയിലറിലും പൃഥ്വിരാജ് കാണിച്ചിരിക്കുന്നത്. ഇതിനപ്പുറം പല സർപ്രൈസുകൾ പൃഥ്വിരാജ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിൽ ക്യാരക്ടർ പോസ്റ്റേഴ്സിലൊന്നും തന്നെ വരാത്ത 1-2 പേരെല്ലാം തന്നെ ട്രെയിലറിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സ്റ്റീഫന്റെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള വീണ്ടും ഒരു എൻട്രി, അതെല്ലാം തന്നെ വേറെ ലെവൽ പൂരപ്പറമ്പാക്കും തിയേറ്റർ, എന്ത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ട്രെയിലറിലെ മറ്റൊരു ആവേശം നൽകുന്ന രംഗമാണ് ലാലേട്ടനും പൃഥ്വിരാജുമുള്ള ഫ്രെയിംസിലെ രംഗങ്ങൾ. ഒപ്പം തന്നെ ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെയും ഒരുമിച്ചുള്ള നടപ്പെല്ലാം തന്നെ. ഇതിനിടയിൽ എടുത്തു പറയേണ്ട മറ്റൊരാൾ ദീപക് ദേവാണ്. അദ്ദേഹത്തിന്റെ സംഗീതമാണ് ഈ ഒരു ട്രെയിലറിനെ വേറെ ലെവലാക്കുന്നത്. ടെക്നിക്കലി ക്വാളിറ്റി കൊണ്ട് മികച്ചു നിൽക്കുന്ന ട്രെയിലർ അങ്ങനെ ഐമാക്സിൽ ഉൾപ്പെടെ നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ട്രെയിലർ കൊണ്ട് തന്നെ സിനിമ തിയേറ്ററുകളിലെ ബോക്സ് ഓഫീസിൽ കത്തിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി കാത്തിരിക്കുക L2 എമ്പുരാന്റെ അടുത്ത വമ്പൻ വാർത്തകൾക്ക്.